അപ്പൊ ഭരണകക്ഷി MLA-ക്കെതിരെ ഭരണകക്ഷി എന്ന കേസെടുക്കുമ്പോ രാജിവെക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നടന്നില്ല. അതും ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ മൂപ്പർ എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ വേറെ ചില ഷൂട്ടിങ്ങിന് ശ്രമം ഉണ്ടായി. അതുപോലെ കക്ഷി വടക്കാഞ്ചേരിയിലെ ഷൂട്ടിങ്ങിന് പോയി, അവിടെയും കയറി പിടിച്ചു. ഇനി ചില സ്ഥലത്ത് നടിമാരെ മാത്രമല്ല അവരുടെ അമ്മമാരെയും കയറി പിടിക്കും. അപ്പൊ ഇത് കാര്യമായി ചികിത്സിക്കേണ്ട ഒരു ഞരമ്പ് രോഗം. ഇതിനെ ചികിത്സിക്കുന്നതിന് പകരം ഈ വ്യക്തിയെ വെള്ളം പൂശാൻ സഖാവ് പിണറായി അങ്ങക്ക് നാണോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? അല്ല, ചെയ്ത പ്രവർത്തിയൊന്നും കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. ഇന്നലെ തന്നെ എന്തായിരുന്നു ഈ നേരത്ത് TV-യിലൊക്കെ എഴുതി കാണിച്ച് ADGP അജിത് കുമാറിനെ പിണറായി കൈവിട്ടു, അദ്ദേഹത്തിന് സസ്പെൻഷന്റെ ഏത് നിമിഷം ഉത്തരവിനായി കാത്തിരിക്കുന്നു, പകരം വെക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 10 മണിയായപ്പോ പറയാണ് അദ്ദേഹത്തിനെ നിലനിർത്തിക്കൊണ്ട്, എങ്ങനെ സസ്പെൻഷൻ മാത്രമല്ല ലോ ആൻഡ് ഓർഡർ നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ ഏറ്റവും രസം 5 അംഗ ടീമിനെ നിയോഗിച്ചപ്പോ അതിൽ DGP മാത്രമാണ് മേലെയുള്ള ഉദ്യോഗസ്ഥൻ. ബാക്കി 4 പേരും ഈ ആരോപണ വിധേയനായ ADGP-യുടെ കീഴ് ഉദ്യോഗസ്ഥനാണ്. IG, DIG, SP. ഞാൻ ചോദിക്കുന്നത് പിന്നെ SID കൂടെ നോക്കിയായിരുന്നു ആരെങ്കിലും ചെയ്യാം. കാരണം പിണറായിക്കൊരു സംശയമുണ്ട്, ഇപ്പോഴത്തെ DGP-ക്ക് ഈ അജിത് കുമാർ ഉള്ളിൽ ഇഷ്ടമല്ല. അതുകൊണ്ട് അത് എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലോ എന്ന് പേടിച്ച് അദ്ദേഹത്തിനെ നിയന്ത്രിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയാണ് 4 പിണറായി വിശ്വസ്തരെ വെച്ചിട്ടുള്ളത്. ഇത് അട്ടിമറിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ ഈ അജിത് കുമാറിനെ പറ്റി പൂരം കലക്കി. ഒരു പൂരം കലക്കി ഞാൻ അന്ന് പറഞ്ഞു, പിറ്റേ ദിവസം പൂരം കലക്കിയ വിദ്യയിൽ ഞാൻ പറഞ്ഞു ഒരു കമ്മീഷണർ അയച്ചാൽ പൂരം കലക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല അന്തർധാരയുടെ ഭാഗമാണ്. ഇതിപ്പോ സുനിൽകുമാർ പറയുന്നുണ്ട് എവിടെ റിപ്പോർട്ട് എവിടെയെന്ന്. അന്ന് വെച്ച കമ്മീഷണർ ഏത് ഏപ്രിൽ മാസത്തിൽ, ഇപ്പൊ മാസം 5 കഴിഞ്ഞു, റിപ്പോർട്ട് എന്താ പുറത്തു വരില്ല. ഏതായാലും ഞാൻ ഇന്നോ നാളെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുക്കുക, ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാം. ഞാൻ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അല്ലെങ്കിൽ ആ പൂരം നടക്കുന്നവരെ മത്സരം UDF LDF ഇല്ലേ. തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് കാലത്ത് ഞാനും സുനിൽകുമാറും കാലത്ത് വരെ വൈകുന്നേരം വരെ പൂരപ്പറമ്പിടും. അവിടെ ഒന്നും കാണാത്ത സ്ഥാനാർത്ഥി പെട്ടെന്ന് വെടിക്കെട്ട് മുടങ്ങി എന്ന് പറഞ്ഞു ഉടനെ ഫീൽഡിൽ വരും. അതുവരെ ഒരു പുറം വേദനയാന്നാണ്. അപ്പൊ എങ്ങനെയാ പുറമേനെ പോയോ? സേവാവേദിയുടെ ആംബുലൻസിലാണ് സ്പോട്ട്. ഇതൊക്കെ ഒരു തെരഞ്ഞെടുത്ത രംഗങ്ങളല്ലേ?